Hi, welcome to yet another intraday market analysis video on Nifty and Bank Nifty. ഇവിടെ നമ്മൾ മാർക്കറ്റിനെ പ്രൈസും ഡേറ്റയും യൂസ് ചെയ്ത് മാത്രമായിരിക്കും അനലൈസ് ചെയ്യുന്നത്. നമ്മൾ ന്യൂസോ കമ്പനി റിസൾട്ട്സോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെക്ക് ചെയ്യില്ല. കാരണം ഇറ്റ് വുഡ് ഹാവ് ഓൾറെഡി റിഫ്ലക്റ്റഡ് ഇൻ ദി ചാർട്ട് വിച്ച് ആർ ക്രിയേറ്റഡ് ബൈ സ്മാർട്ട് മണി അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സോ നമ്മൾ അവരുടെ ഫുട് പ്രിന്റ്സ് പ്രൈസും ഡേറ്റയും യൂസ് ചെയ്ത് മാത്രമായിരിക്കും റീഡ് ചെയ്യാൻ ശ്രമിക്കുക. സോ നമ്മൾ ഇന്നലെ നിഫ്റ്റിയിൽ എക്സ്പെക്ട് ചെയ്തത് ഈ ഒരു സോണിൽ മാർക്കറ്റ് കൺസോൾഡേറ്റ് ചെയ്ത് അത് ഹോൾഡ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡൗൺ സൈഡ് വന്നെങ്കിലും ആ എൻറ്റയർ ഡിപ്പ് ഗോട്ട് ബോട്ട് ആൻഡ് മാർക്കറ്റ് ഇപ്പോൾ ഒരു ഹയർ ലെവലിൽ സ്റ്റിൽ കൺസോൾഡേറ്റ് ചെയ്യാണ്. സോ ഈ ഒരു മെയിൻ മദർ ക്യാൻഡലിൻ്റെ ഇടയിൽ 1 2 3 4 ഇതിപ്പോൾ 4ാമത്തെ ദിവസമാണ് കൺസോൾഡേറ്റ് ചെയ്യുന്നത്. സോ ഫസ്റ്റ്ലി ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്. അപ്പോൾ നിഫ്റ്റിയുടെ എക്സ്പയറി എങ്ങനെ നമുക്ക് ട്രേഡ് ചെയ്യാൻ നോക്കാം. 5 മിനിറ്റ്സ് ചാർട്ട് എടുക്കാം. സോ ഇതൊരു ബുള്ളിഷ് പാറ്റേൺ ആണ് കറൻ്റ്ലി ഫോം ആയിരിക്കുന്നത്. ഡിപ്പ് ചെയ്തു, ഫസ്റ്റ് പുൾ ബാക്ക് ആൻഡ് ദെൻ ഇതൊരു ഡബ്ല്യു പാറ്റേൺ. ഇവിടെ കൺസോൾഡേറ്റ് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് ഇസ് അറൗണ്ട് 19,875 ആൻഡ് ഇൻ കേസ് ഈ ഒരു ടാർഗറ്റ് ബ്രീച്ച് ചെയ്ത് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ദെൻ യു ക്യാൻ ഡെഫിനറ്റ്ലി ലുക്ക് ഫോർ ഹയർ ടാർഗറ്റ്. അപ്പോൾ എന്താണ്, നിഫ്റ്റിക്ക് ഇതൊരു ഫ്ലാഗ് ആൻഡ് പോൾ പാറ്റേൺ ആണെങ്കിൽ ഇവിടെ നിന്ന് ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹയർ ടാർഗറ്റ്സ് എത്തുമെന്നാണ് പറയുന്നത്. ഒന്നെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നിഫ്റ്റിയിൽ നമുക്കൊരു റേഞ്ച് ബൗണ്ട് എക്സ്പയറി, അതായത് ലോവർ സൈഡിൽ ഈ ഒരു സ്വിങ്ങും അപ്പ് സൈഡിലേക്ക് ഈ ഒരു ഇതിൻ്റെ ഇടയിൽ ഒരു 19,900 to 800 ലെവലിൽ കൺസോൾഡേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് ഇന്ന് എക്സ്പയർ ആവും. എന്നിട്ട് നാളെ ആയിരിക്കും മേ ബി ബ്രേക്ക് ഔട്ട് നടക്കുന്നത്. സോ ഇതും അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഒരു സെൽ സൈഡ് പൊസിഷൻ എടുക്കേണ്ടത്. സോ ഇതൊരു ഈ ഒരു ട്രെൻഡ് ലൈൻ ഇങ്ങനെ പോകുന്നുണ്ട്. സോ ഇൻ കേസ് മാർക്കറ്റ് ഇതിൻ്റെ താഴെ വന്ന് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ നമുക്ക് ഇനി സെൽ സൈഡിലോട്ട് പൊസിഷൻസ് എടുത്തിട്ട് കാര്യമുള്ളൂ. സോ അതുവരെ നമ്മുടെ ബൈസ് സ്ലൈറ്റ്ലി ബുള്ളിഷ് ആവുന്നത് നല്ലത്. അല്ല ഇൻ കേസ് ഇന്നൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിൽ ഇതൊരു റെസിസ്റ്റൻസും ഇതൊരു സപ്പോർട്ടും ആയിട്ട് ആക്ട് ചെയ്തിട്ട് മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ കൺസോൾഡേറ്റ് ചെയ്യാനായിട്ടാണ് പോസിബിലിറ്റി. സോ ഇങ്ങനെയാണ് നമ്മുടെ നിഫ്റ്റിയുടെ ഒരു എക്സ്പയറി ഡേ അനാലിസിസ് വരുന്നത്. നിഫ്റ്റിയുടെ ഡെയിലി ക്യാൻഡിൽ ഒരു രീതിയിലുള്ള വീക്ക്നെസ്സും കാണാൻ സാധിക്കുന്നില്ല. ബാങ്ക് നിഫ്റ്റി നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റി ആക്ച്വലി ഇന്നൊരു മേജർ ഒരു ഡിപ്പ് തന്നിരുന്നു. അറൗണ്ട് ഒരു 400 പോയിന്റ്സിന്റെ സെൽ ഓഫ് വന്നിരുന്നു. മാർക്കറ്റിന് അത് എക്സ്പയറി റിലേറ്റഡ് ആയിട്ടുള്ള മൂവ്മെന്റ് ആയിരിക്കാം പ്രോബബ്ലി. സോ പക്ഷേ ലോവർ ലെവൽസിൽ നിന്ന് ബയേഴ്സ് വന്ന് പിക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് സോ ഇപ്പോഴും മാർക്കറ്റ് ഈ ഒരു 1 2 3 4 4 ദിവസമായിട്ട് ഈ ഒരു റേഞ്ചിൽ തന്നെയാണ് കൺസോൾഡേറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് എപ്പോഴാണ് ഒരു അപ്സൈഡ് കാണാൻ പറ്റുന്നത്, ഇന്നത്തെ ക്യാൻഡലിന്റെ ഹൈ ബ്രീച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു അപ്സൈഡ് കിട്ടും. ബട്ട് നിഫ്റ്റി ഒബ്വിയസ്ലി ബാങ്ക് നിഫ്റ്റിയെക്കാട്ടിലും സ്ട്രോങ്ങർ ആയിട്ടുള്ള സ്ട്രക്ചർ കറൻ്റ്ലി നിഫ്റ്റിയിലാണ്. സോ ഇൻ കേസ് ബാങ്ക് നിഫ്റ്റി ഓൾസോ ജോയിൻസ് ദ പാർട്ടി, ദെൻ ഈ ഒരു ഹൈ ബ്രീച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിക്കും ഒരു പോസിബിൾ അപ്സൈഡ് അറ്റ്ലീസ്റ്റ് ഒരു 44,000 വരെ ടാർഗറ്റ് വരാൻ ചാൻസ് ഉണ്ട്. നമുക്ക് FII DA ഡേറ്റ നോക്കാം. സോ ദിസ് ഇസ് പ്രിറ്റി മച്ച് ന്യൂട്രൽ. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരല്പം കോൾസ് ആഡഡ് ആണ്. ആൻഡ് ഇൻട്രാഡേ ഓയിൽ പ്രത്യേകിച്ചൊന്നും ഈക്വൽ എമൗണ്ട് ഓഫ് കോൾസ് ആൻഡ് പുട്ട്സ്. ആൻഡ് ഫ്യൂച്ചേഴ്സിൽ സ്ലൈറ്റ്ലി പോസിറ്റീവ്, സ്റ്റോക്കിൽ പിന്നെയും 300 crores നെഗറ്റീവ്. ഇതിനകത്ത് മേജർ ആയിട്ടുള്ള ക്ലൂസ് ഒന്നുമില്ല. സോ ഐദർ വി ക്യാൻ എക്സ്പെക്ട് എ വെരി സൈഡ് വേസ് എക്സ്പയറി, അല്ലെങ്കിൽ ഇൻ കേസ് നമ്മൾ പറഞ്ഞ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 50-60 പോയിന്റ്സിന്റെ ഫസ്റ്റ് സ്പൈക്കും അതിനുശേഷം ആ ഒരു മേജർ ലെവൽ, അതായത് 888 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോവുകയാണെങ്കിൽ then Nifty will have some significant upside. So yeah, this is the analysis. Trade safe, keep your capital safe.